നമസ്കാരം, തേട ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ മുതിർന്നവർ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ആ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അതിന്റെ വാല്യൂ അറിയില്ല. ആ കാലഘട്ടത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അതിലേക്ക് തിരിച്ചു പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇവൾ എന്താ ഈ പറയുന്നതെന്ന്. വേറൊന്നുമല്ല, നമ്മുടെ സ്കൂൾ കാലഘട്ടം അല്ലെങ്കിൽ കോളേജ് കാലഘട്ടം, പഠിക്കുന്ന കാലഘട്ടം. ആ പഠിക്കുന്ന കാലഘട്ടത്തിൽ എല്ലായ്പ്പോഴും നമുക്ക് മടുപ്പാണ്. ഈ സ്കൂൾ കാലഘട്ടം എങ്ങനെയെങ്കിലും തീർന്നാൽ മതിയായിരുന്നു. ഈ കോളേജ് പിന്നെ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും സ്കൂൾ കാലഘട്ടത്തിൽ അതിനെക്കുറിച്ച് ഒരിക്കലെങ്കിലും ചിന്തിക്കാത്ത മനുഷ്യൻ ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഇന്ന് നമ്മളൊരു പ്രായം ഒരു 10ഓ 30ഓ ഒരു 30 വയസ്സോ ഒരു 35 വയസ്സോ ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, തിരിച്ച് ആ സ്കൂൾ അങ്കണത്തിലേക്കോ കോളേജ് അങ്കണത്തിലേക്കോ ഒരു വട്ടം കൂടിയെങ്കിലും പോകാൻ സാധിച്ചെങ്കിലെന്നല്ലേ. ആ കാലഘട്ടത്തിൽ നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ് സ്കൂൾ വിദ്യാലയ കാലഘട്ടം എന്ന് പറയുന്നത്. പക്ഷെ അത് ഒരിക്കലും ഈ പറയപ്പെടുന്ന പോലെ സ്കൂളിൽ സ്പെൻഡ് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ കൂട്ടുകാര്, അതുപോലെ നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് അധ്യാപകര്, അനധ്യാപകര്, നമ്മുടെ ആ സ്കൂളിന്റെ പരിസരങ്ങൾ, പിന്നെ ഹാങ് ഔട്ട് പ്ലേസസ്, അതൊക്കെ കൊണ്ടായിരിക്കാം. പക്ഷേ ഇപ്പൊ പുതിയൊരു നിയമം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ചിലപ്പോൾ നടത്തുവോ ഇല്ലയോ, കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ഇരിക്കുകയാണ് മന്ത്രി ശിവൻകുട്ടി പറയുന്നത്. ചിലപ്പോൾ കൂട്ടാം, ചിലപ്പോൾ കുറയ്ക്കാം. കാരണം അവർക്ക് അവരുടേതായ ഒരു തീരുമാനമില്ല. വേറൊന്നുമല്ല, സ്കൂളിന്റെ അതായത് പഠിപ്പിക്കുന്ന സമയം, പീരീഡിന്റെ ഒരു എണ്ണം കൂട്ടുന്നു, അഥവാ സമയം കൂട്ടുന്നു. അതായത് രാവിലെ ഒരു 9:15 മുതൽ വൈകിട്ട് ഒരു 4:15 വരെ, അല്ലെങ്കിൽ 9 മണി തൊട്ട് വൈകിട്ട് ഒരു 4:30 വരെ ക്ലാസ്സുകളാക്കുകയാണ്. സത്യത്തിൽ സ്കൂളിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തതുകൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസ രീതി അനുസരിച്ച് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കാണുന്നില്ല. കാരണം എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ രീതി? കുഞ്ഞുങ്ങൾക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണോ നമ്മുടെ വിദ്യാഭ്യാസം? ഇന്നും നമ്മളൊക്കെ പഠിപ്പിച്ച സൈൻ തീറ്റയും കോസ് തീറ്റയും അല്ലെങ്കിൽ നമ്മളൊക്കെ പഠിച്ചുപോയ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയോജനം ഇല്ലാതെ വേസ്റ്റ് ആയിട്ട് കിടപ്പുണ്ട് അവിടെ. ആ വേസ്റ്റ് ആയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചീത്ത കേട്ടിരിക്കുന്നതും ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിച്ചതും ഏറ്റവും കൂടുതൽ തല്ലുകൊണ്ടിരിക്കുന്നതും. ആ കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയോജനം ഉണ്ടാക്കിയിട്ടില്ല. എല്ലാ കുട്ടികളും എഞ്ചിനീയർമാരായി മാറുന്നില്ല, എല്ലാ കുട്ടികളും മെഡിക്കൽ സ്റ്റുഡന്റ് ആവുന്നില്ല, എല്ലാവരും ആർക്കിടെക്ചർ ആവുന്നില്ല. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർക്ക് പ്രയോജനമുള്ള കാര്യങ്ങളൊന്നും വിദ്യാഭ്യാസം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. എന്നാൽ കുട്ടികൾക്ക് പ്രയോജനമുള്ള കുറെ കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിന് ഇംപ്ലിമെന്റ് ചെയ്യാം. കുട്ടികൾക്ക് ഇഷ്ടമുള്ള നാടൻ ശീലുകൾ, അവർക്ക് കരകൗശല തൊഴിലുകൾ, അല്ലെങ്കിൽ പിന്നെ വിദഗ്ധ തൊഴിലുകളുടെ ഒരു ബേസ്, അങ്ങനെ എല്ലാം. അതായത് നമുക്ക് വീട്ടിലൊരു ബൾബ് കേടായാൽ, അല്ലെങ്കിൽ വീട്ടിലൊരു അത്യാവശ്യം ഒരു പൈപ്പ് ഒന്ന് മുറുക്കാൻ, ഇതൊക്കെ കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാം. അല്ലെങ്കിൽ ക്ലേ വെച്ചുള്ള മനോഹരമായിട്ടുള്ള വർക്ക്ഷോപ്പുകൾ, ഇതൊക്കെ നമുക്ക് ചെയ്യാം നമ്മുടെ സ്കൂളുകളിൽ. പക്ഷെ ഇതൊന്നും ചെയ്യിപ്പിക്കില്ല. പകരം നമുക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളുമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇംപ്ലിമെന്റ് ചെയ്ത് പഠിപ്പിക്കുന്നത്. സോ അക്കൂട്ടത്തിൽ നമുക്കറിയാം, ഇന്നും ഒരു കുട്ടിയും സ്കൂൾ ബെല്ലടിക്കുമ്പോൾ അയ്യോ പീരീഡ്സ് തീർന്നു പോയല്ലോ, സ്കൂളിന്റെ ക്ലാസ് അവസാനിച്ചല്ലോ എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെയും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. 4 മണി ആകാനായിട്ട് ഇത്രയും സമയം ഉണ്ടല്ലോ എന്ന് നോക്കി ആർത്തി പിടിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളായിരുന്നു ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും. ഇന്നും സ്കൂൾ ബെല്ലടിക്കുന്ന ഫസ്റ്റ് ബെല്ലടിക്കുമ്പോഴേ നമ്മുടെ നാഷണൽ ആന്തം കഴിഞ്ഞ് ചാടി ഓടി ഏറ്റവും അടുത്ത വീടുള്ളവർ അപ്പത്തന്നെ 2 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തും. സ്കൂൾ ബസ് വരുന്നവർ അക്ഷമയോടെ കാത്തു നിൽക്കും. സ്കൂൾ ബസ് വരുന്നവരെ കാത്തു നിൽക്കുന്നവർ കുറച്ചു നേരം സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കാം. ഇതൊക്കെ മാത്രമാണ് കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ ആ കുഞ്ഞുങ്ങൾക്ക് രാവിലെ വീട്ടിൽ നിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരം പാതിരാത്രി ആയാലും വീട്ടിലെത്തണ്ട എന്നാണോ മന്ത്രി അല്ലെങ്കിൽ ഈ പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് ഉദ്ദേശിക്കുന്നത്? അതിലും രസം, സമസ്ത എന്ന പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു വിങ്, അതായത് അവരുടെ മതം പഠിപ്പിക്കാൻ കുഞ്ഞുങ്ങൾക്ക് സമയം തികയത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ശരി ഇനി കൂട്ടുന്നില്ല എന്ന നിലപാടും ശിവൻകുട്ടി മാറ്റുന്നുണ്ട്. കാരണം തലേന്ന് പറയുന്നു ഞങ്ങൾ അരമണിക്കൂർ കൂടുതൽ കുട്ടികൾക്ക് പഠിച്ചാൽ എന്താണ്, എന്നാൽ പിറ്റേ ദിവസം പറയുന്നു ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇപ്പോൾ കുഞ്ഞുങ്ങളെ അരമണിക്കൂർ കൂടുതൽ പഠിപ്പിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് ഇത്ര കേട്? സത്യത്തിൽ പിന്നെ എന്തിനാണ് വിദ്യാഭ്യാസ വകുപ്പ്, എന്തിനാണ് സ്കൂളുകൾ? സത്യത്തിൽ ഒരു സംസ്ഥാനത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാതൽ എന്ന് പറയുന്ന അവിടുത്തെ കുരുന്നുകളാണ്, കുട്ടികളാണ്. ആ കുട്ടികളെ വാർത്തെടുക്കാൻ നമ്മുടെ അച്ഛനും അമ്മയും മാത്രം വിചാരിച്ചല്ല അവർ വാർത്തെടുക്കപ്പെടുന്നത്. അവരൊരു 5ഓ 6ഓ വയസ്സ് വരെയാണ് അവരുടെ വീട്ടിലിരിക്കുന്നത്. ബാക്കിയുള്ള സമയങ്ങളിൽ കൂടുതൽ സമയവും ഒരു 10ഓ 12ഓ മണിക്കൂറുകൾ, അല്ലെങ്കിൽ മിനിമം ഒരു 8 മണിക്കൂറുകൾ അവർ ചെലവഴിക്കുന്നത് സ്കൂളുകളിലാണ്. ഒരു 10ഓ 20ഓ വർഷക്കാലം അവർ വിദ്യാലയ അങ്കണങ്ങളിൽ അത് ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സ്വഭാവ വികസനത്തിൽ ഏറ്റവും അധികം സംഭവങ്ങൾ, ഏറ്റവും അധികം കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്ന സ്ഥലവും സ്കൂളുകളും കോളേജുകളുമാണ്. അപ്പൊ അവിടെയാണ് ഏറ്റവും നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്. അതിന് സമയം കൂട്ടിയിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? സമയം കൂട്ടിയിട്ട് ആർക്കാണ് പ്രയോജനം? കുഞ്ഞുങ്ങൾ പിന്നെയും സ്ട്രെസ്സുകളിലേക്കല്ലേ അങ്ങനെ പോകുന്നത്. ഇത് എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ചിന്തിക്കാത്തത്? അവർക്ക് ഈ പറയുന്ന പോലെ കുഞ്ഞുങ്ങൾ സ്കൂൾ ബെല്ല് അടിക്കുമ്പോഴേ സന്തോഷത്തോടു കൂടി ഈ പറയപ്പെടുന്ന പ്രവേശനോത്സവം ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു ഉത്സവമായിട്ട് ഉത്സവ തീർപ്പിലൂടെ പഠന വിഷയങ്ങൾ ഇഷ്ടപ്പെട്ട് കൊണ്ടുവേണം ഓരോ കുട്ടിയും ഓരോ ക്ലാസ്സിലേക്ക് ജയിച്ചു കയറാനും പുതിയ അഡ്മിഷൻസ് ആരംഭിക്കാനും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും സ്കൂളിൽ നടക്കുന്നുണ്ടോ? ഏതെങ്കിലും സ്കൂൾ ഒരു ഹാപ്പി സ്കൂളായിട്ട് ക്രൈറ്റീരിയയിൽ എടുക്കാൻ ഏതെങ്കിലും ഒരു സ്കൂൾ നമ്മുടെ കേരള മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ വി ശിവൻകുട്ടിക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? വി ശിവൻകുട്ടി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആ വകുപ്പ് മന്ത്രി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരുകൾ എടുത്ത് പറയുന്നത്. എന്തായാലും നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങൾ പാടെ പൊളിച്ചെഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പണ്ടേ. അതിന് സമയം കൂട്ടിയതുകൊണ്ട് എന്താണ് പ്രയോജനം?
ഇന്നും ഇഷ്ടപ്പെടാൻ സാധിക്കാത്ത, ഇന്നും കുഞ്ഞുങ്ങൾക്ക് ബേസ് നോളജ് പോലും കൊടുക്കാത്ത ഒരു നയമാണ് നമ്മളുടെ സ്കൂളുകൾ ഇന്ന് നമ്മുടെ സർക്കാർ സ്കൂളുകൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം വരുത്താതെ ആ സിലബസുകൾ കുട്ടികൾ അല്ലെങ്കിൽ സ്കൂൾ കുഞ്ഞുങ്ങളെ സ്കൂൾ എന്ന് ഇഷ്ടപ്പെടിപ്പിക്കുന്നോ അന്ന് മാത്രമാണ് വിദ്യാഭ്യാസം മനോഹരമായി മാറുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും. അന്ന് കുഞ്ഞുങ്ങൾ ആവശ്യപ്പെടും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോടൊപ്പം നിൽക്കുന്ന ആൾക്കാർ ആവശ്യപ്പെടും, ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് പോകേണ്ട, അരമണിക്കൂറോട് കൂട്ടൂ. അന്ന് മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ ആ ഒരു വ്യാപ്തി അല്ലെങ്കിൽ അതിന്റെ സ്കൂളിന്റെ ആ ഒരു പ്രവർത്തന സമയം കൂട്ടാനുള്ള യഥാർത്ഥ അധികാരം കിട്ടുകയുള്ളൂ. അതുവരേക്കും ഇതൊക്കെ ആരെയോ രക്ഷിക്കാൻ, ആരെയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ അടവുകളാണെന്നാണ് പൊതുജനത്തിന് തോന്നുന്നത്.